വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കെമിസ്ട്രി എങ്ങനെ പഠിക്കണം എന്നാണ്. നമുക്കറിയാം കെമിസ്ട്രിയിൽ 3 ടൈപ്സ് ഓഫ് ചാപ്റ്റർ ഉണ്ട്. ഓർഗാനിക് കെമിസ്ട്രി ഉണ്ട്, ഇനോർഗാനിക് കെമിസ്ട്രി ഉണ്ട്, ഫിസിക്കൽ കെമിസ്ട്രി ഉണ്ട്. ഈ 3 ടൈപ്സ് ഓഫ് ചാപ്റ്ററിനെയും അപ്രോച്ച് ചെയ്യേണ്ട രീതി ഇസ് ആക്ച്വലി ഡിഫറെൻറ്റ്. നമുക്ക് തന്നെ അറിയാലോ, ലൈക്ക് മൂന്ന് ടൈപ്സ് ഓഫ് ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നും എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഇനോർഗാനിക് കെമിസ്ട്രി. എനിക്ക് തോന്നുന്നു ഇനോർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത് കൈൻഡ് ഓഫ് ബയോളജി പോലെയുള്ള ചാപ്റ്റേഴ്സ് ആണ്. കാരണം മെയിനായിട്ട് അതിൽ തിയറിറ്റിക്കൽ ആസ്പെക്ട്സ് ആണല്ലോ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ പഠിക്കുന്നത്. അപ്പോൾ ഇനോർഗാനിക് കെമിസ്ട്രി നിങ്ങൾ പഠിക്കുന്നത് ബയോളജി പഠിക്കുന്നത് പോലെയാണ്. അതായത് NCERT ഇനോർഗാനിക് കെമിസ്ട്രിന്റെ കേസിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ NCERT എത്ര തവണ വായിക്കാൻ പറ്റുമോ അത്രയും തവണ ഇനോർഗാനിക് കെമിസ്ട്രിയുടെ കേസിൽ നിങ്ങൾ വായിക്കണം. ഇനി NCERT പഠിച്ചു കഴിഞ്ഞതിന് ശേഷം എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യുക. കാരണം നമ്മൾ ജസ്റ്റ് ഒരു കാര്യം വായിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മളത് എത്രത്തോളം ഓർക്കുന്നു, അല്ലെങ്കിൽ വായിച്ച കാര്യം നമുക്ക് എങ്ങനെ പഠിക്കാൻ, അല്ലെങ്കിൽ വായിച്ച കാര്യം എങ്ങനെ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഓർത്തെടുക്കാൻ പറ്റുന്നു എന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യണം. അങ്ങനെയാണ് നിങ്ങൾ മെയിൻലി ഇനോർഗാനിക് കെമിസ്ട്രി പഠിക്കേണ്ടത്. ആൻഡ് ക്ലാസ്സസ് ഒക്കെ നല്ലോണം യൂട്ടിലൈസ് ചെയ്യുക, പറ്റുമെങ്കിൽ ഷോർട്ട് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കുക. എന്നിട്ട് ഫൈനൽ നീറ്റ് ആവുന്ന സമയത്ത് ഈ ഷോർട്ട് നോട്ട്സ് ഒക്കെ നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തത് ഓർഗാനിക് കെമിസ്ട്രി എങ്ങനെ പഠിക്കണം എന്നുള്ളത്. ഓർഗാനിക് കെമിസ്ട്രീൻ്റെ കേസിൽ എനിക്ക് തോന്നുന്നു കെമിസ്ട്രിയുടെ കേസിൽ ഏറ്റവും കൂടുതൽ ക്ലാസ്സസിൻ്റെയും ഫാക്കൽറ്റീസിൻ്റെയും ഒക്കെ ഒരു ആവശ്യം വരുന്നത് ഓർഗാനിക് കെമിസ്ട്രിയിലാണ്. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ക്ലാസ്സസ് നല്ലോണം യൂട്ടിലൈസ് ചെയ്യുക. കാരണം ഞാനൊക്കെ പറയുകയാണെങ്കിൽ +1 +2 ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്റേഴ്സ് പഠിക്കുമ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം അന്ന് എനിക്ക് ആ ചാപ്റ്റർ എടുത്ത അധ്യാപകർ പഠിപ്പിച്ചെന്ന ആ ഒരു റിയാക്ഷൻ മെക്കാനിസം കാര്യങ്ങളൊന്നും എനിക്ക് അത്ര ക്ലിയർ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എത്രത്തോളം NCERT വായിക്കാൻ നോക്കിയാലും ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കിയാലും എനിക്ക് എപ്പോഴും ഡൗട്ട്സ് ആയിരുന്നു. എന്നാൽ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പോയ സമയത്ത് ഇതേ പ്രശ്നം ആദ്യത്തെ സമയത്ത് ഉണ്ടായിരുന്നു. എനിക്ക് ഈ ഓർഗാനിക് കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിക്കുമ്പോൾ പലർക്കും ഭയങ്കര ഇഷ്ടമുള്ള ടൈപ്സ് ഓഫ് ചാപ്റ്റേഴ്സ് ആയിരുന്നു ഓർഗാനിക് കെമിസ്ട്രി. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി ടാക്കിൾ ചെയ്യാൻ ഞാൻ കുറച്ച് ഐഡിയാസ് പറഞ്ഞുതരാം. റിയാക്ഷൻ മെക്കാനിസം എന്ന് പറയുന്ന ചാപ്റ്റർ, അല്ലെങ്കിൽ നമ്മൾ +1 കെമിസ്ട്രിയിൽ പഠിക്കുന്ന 2 ചാപ്റ്റേഴ്സ് ആണ് ഇതിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള, അതിൻ്റെ ഏറ്റവും കോർ ആയിട്ടുള്ള ഒരു ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ റിയാക്ഷൻ മെക്കാനിസം നിങ്ങളെ എത്ര ഡെപ്തിൽ നിങ്ങൾക്ക് റിയാക്ഷൻ മെക്കാനിസം പഠിക്കാൻ പറ്റുമോ അങ്ങനെ റിയാക്ഷൻ മെക്കാനിസം പഠിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ, അതിൽ കുറേ നെയിംഡ് റിയാക്ഷൻസ്, പിന്നെ വീണ്ടും ഈ റിയാക്ഷൻ മെക്കാനിസം റിലേറ്റഡ് കുറേ കാര്യങ്ങളൊക്കെ അടുത്തടുത്ത ചാപ്റ്റേഴ്സിലൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ക്ലാസ്സസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഈ ഓർഗാനിക് കെമിസ്ട്രിയുടെ ചാപ്റ്റേഴ്സ് നല്ല ഡെപ്തിൽ വായിക്കുക, ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ലോണം ചെയ്യുക. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ഇനി ഓർഗാനിക് കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. ഓർഗാനിക് കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ നെയിംഡ് റിയാക്ഷൻസും നിങ്ങൾ 1-2 A4 ഷീറ്റ്സിൽ എഴുതി വെക്കുക. എനിക്ക് തോന്നുന്നു ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് 90 സംതിങ് നെയിംഡ് റിയാക്ഷൻസ് ടോട്ടൽ ഉണ്ടായിരുന്നു NCERTയിലുള്ളത്. പക്ഷേ ഇപ്പം കുറേ ചാപ്റ്റേഴ്സൊക്കെ കട്ട് ചെയ്തു. ഇപ്പം ബാക്കി എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഉള്ളതൊക്കെ എഴുതി വെച്ചിട്ട് നിങ്ങളത് നല്ലോണം റിവൈസ് ചെയ്തിട്ട് പഠിക്കാം. പിന്നെ ബേസിക്കലി ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുക, റിയാക്ഷൻ മെക്കാനിസം തറോക്ക് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ ഓർഗാനിക് കെമിസ്ട്രി സെറ്റ് ആയിക്കോളും. പിന്നെ ഇൻടെക്സിലുള്ളതും അതുപോലെ തന്നെ ഓരോ ചാപ്റ്ററും കഴിഞ്ഞിട്ടുള്ള NCERT എക്സസൈസസ് ഒക്കെ ഓർഗാനിക് കെമിസ്ട്രിയുടെ കേസിൽ നിങ്ങൾ ചെയ്യാൻ നോക്കാം. അടുത്തത് ഫിസിക്കൽ കെമിസ്ട്രി. ഇത് കുറച്ചുകൂടെ ഫിസിക്സുമായിട്ട് ബന്ധമുള്ള ടൈപ്സ് ഓഫ് ചാപ്റ്റേഴ്സ് ആണ് ഫിസിക്കൽ കെമിസ്ട്രിയിൽ വരുന്നത്. എന്നാൽ അതിൽ കുറച്ച് കെമിസ്ട്രിയിലുള്ള പോലത്തെ തിയറി സാധനങ്ങളും പഠിക്കാനുണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു ചാപ്റ്റർ എടുക്കാം, ഈ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ. അതിൽ ആദ്യത്തെ കുറച്ച് ഭാഗം കുറെ കാൽക്കുലേഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, കുറെ ഇക്വേഷൻസ് ഒക്കെ പറയുന്നുണ്ട്, മറ്റേ നേൺസ്റ്റ് ഇക്വേഷൻ അത് റിലേറ്റഡ് ഉള്ള കുറെ കാൽക്കുലേഷൻസ്. അടുത്ത ഭാഗത്തിൽ മെയിൻലി ബാറ്ററീസിനെ കുറിച്ചൊക്കെയുള്ള കുറെ തിയറിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ 2 രീതിയിലും നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അതായത് തിയറി കാര്യങ്ങളൊക്കെ നല്ലോണം പഠിച്ച് തറവാക്കും വേണം, എന്നാൽ അതിൽ പറയുന്ന ലൈക്ക് ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ നല്ലോണം പഠിച്ച് മനസ്സിലാക്കി അതിൻ്റെ ആപ്ലിക്കേഷൻസ് ആയിട്ടാണ് ബാക്കിയുള്ള ചാപ്റ്ററിൻ്റെ റെസ്റ്റ് ഓഫ് ദി പാർട്ടൊക്കെ വരുന്നത്. അപ്പോൾ ആ ഇക്വേഷൻസ് ഒക്കെ നല്ലോണം പഠിച്ചതിന് ശേഷം നിങ്ങൾ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുന്നോ അത്രയും നിങ്ങൾക്ക് ഈ ഫിസിക്സിൻ്റെ ഒക്കെ കേസിൽ പറയുന്നത് പോലെ അത്രയും നല്ലോണം നിങ്ങൾക്ക് ഫിസിക്കൽ കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെയാണ് മെയിൻലി ഈ ഓർഗാനിക് കെമിസ്ട്രി, ഇനോർഗാനിക് കെമിസ്ട്രി, ഫിസിക്കൽ കെമിസ്ട്രി ഇതൊക്കെ നിങ്ങൾ ഡീൽ ചെയ്യേണ്ടത്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.